ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ബാക്കി വന്ന് ചോറ് കൊണ്ടുപോകാൻ ഇത് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ചോറാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊരു മിക്സി ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തെടുത്തൊന്ന് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മെയിനായി ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ജീരകവും അതുപോലെ തന്നെ കുറച്ച് കറുത്തള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പെരുങ്കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒരു ഡോ പോലെ ആക്കിയെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡോ ആക്കിയെടുക്കുക. മുഴുവനായി ചേർത്ത് കൊടുക്കാതെ കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് നല്ലപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടൊരു ഡോ ആക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ നല്ലപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കുറച്ച് പേർക്ക് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും നമ്മളെന്താ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് എങ്കിലും ഫുള്ളായി ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്കിതിൽ നിന്ന് ഒരു വലിയ ഉരുളി എടുത്തതിന് ശേഷം നമ്മൾ നൂൽപുട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ മാറ്റുന്ന സമയത്തിന് മുൻപ് ആ ഒരു തട്ടൊന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്റ്റാറിൻ്റെ ഒരു തട്ട് കിട്ടും. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ഉരുള വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വെച്ച് ഇതങ്ങ് ഫില്ല് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അങ്ങ് ചെയ്ത് കൊടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ നമ്മുടെ ഒരു പേപ്പറിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എനിക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാവുമ്പോൾ ഒരു ഷേപ്പ് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പാക്കി. ഇതാകുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ഷേപ്പാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫുള്ളങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ നല്ലപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്കിന്നെ മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഡോ കൂടി ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാക്കി വരുന്ന ചോറ് കൊണ്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന മക്കൾക്ക് ഇത് റെഡിയാക്കി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായി ഇഷ്ടമാകും. ഫ്രീ ആയി കിട്ടുന്ന സമയത്തൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി വരുന്ന ചോറ് കൊണ്ട് തന്നെയല്ലേ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരോ അല്ലെങ്കിൽ ആദ്യം കാണുന്ന കൂട്ടുകാരോ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.